സ്കൂട്ടർ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 2024 മോഡലിൽ ലോഞ്ച് ആയിട്ടുള്ള ഒരു ആക്റ്റീവ, ഹോണ്ട ആക്റ്റീവ 125 അതുപോലെ തന്നെ ജുപ്പിറ്റർ 125 തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ രണ്ട് വാഹനങ്ങൾ, രണ്ട് സ്കൂട്ടറിലും എന്തൊക്കെ ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്, എന്ത് മൈലേജ് വരുന്നുണ്ട്, എന്ത് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്, ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അത് കൂടാതെ ഈ വീഡിയോയുടെ എൻഡിൽ ഇതിൽ ഏത് സ്കൂട്ടർ എടുക്കുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ക്യാഷിന് ലാഭം എന്നുകൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്തേക്കാം, ബ്ലാക്ക് കളറുള്ള ബട്ടൺ. അപ്പോൾ മറ്റു ലാഗ് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാണ്. 2024 മോഡൽ ആക്റ്റീവ 125 ഡിസ്ക് ബ്രേക്ക് വരുന്ന വേരിയൻ്റാണ് ഞാൻ ഈ കൊണ്ടുവന്നേക്കുന്നത്. ഇതിൻ്റെ മിറർ വരുന്നത് മാറ്റ് ബ്ലാക്ക് കളറിലുള്ളതാണ്. ഇതിൻ്റെ സൺവൈസർ ഗ്ലോസി ബ്ലാക്ക് കളറാണ് വരുന്നത്. ലൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഹെഡ് ലൈറ്റ്, ഡേ ടൈം റണ്ണിങ് ലൈറ്റ്, പൈലറ്റ് ലൈറ്റ്സ് ഇതെല്ലാം തന്നെ LED ലൈറ്റ്സ് ആണ്. LED ലൈറ്റ്സ് ആകുമ്പോൾ നമുക്ക് വൈറ്റ് കളർ പ്രകാശമായിരിക്കും കിട്ടുക. അത് കൂടാതെ ബൾബുകൾക്ക് ഒരുപാട് ലൈഫ് കിട്ടും. ഹാലജൻ ബൾബിനേക്കാളും കുറേ കൂടി ലൈഫ് കിട്ടുന്നുണ്ട്. പൈലറ്റ് ലൈറ്റ്സിൻ്റെ നടുവിലായിട്ട് ഒരു ക്രോമിൻ്റെ ഓർണമെൻറ്റ് വരുന്നത് കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്ക് കിട്ടാനായിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യും. ഫ്രണ്ട് ഫെൻഡർ, അതായത് മഡ് ഗാർഡ് വരുന്നത് മെറ്റലാണ്. മഡ് ഗാർഡിൻ്റെ ടിപ്പിൽ ഒരു റബ്ബറിൻ്റെ ഗാർഡ് കൂടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. അത് ഹൈലി സ്റ്റേബിൾ ആയിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കും, ചാട്ടവും നമുക്കത് ഫീൽ ചെയ്യില്ല. 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നുണ്ട്. 12 ഇഞ്ച് 5 സ്പോക്കുള്ള മാറ്റ് ബ്ലാക്ക് കളറിലുള്ള അലോയ് വീൽസും ഫ്രണ്ടിൽ വരുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് 190 mm ഉള്ള ഡിസ്ക് ബ്രേക്സ് ആണ് കമ്പനി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ കാലിപ്പർ വരുന്ന ഡിസ്ക് ബ്രേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാണെങ്കിൽ, ഈ സ്കൂട്ടറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 162 mm ആണ്. കേരളത്തിലെ റോഡുകൾ നമുക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാം. അടി തട്ടുകയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ടോട്ടൽ വെയിറ്റ് 109 കിലോ ആണ് ആകെ വരുന്നത്. 1260 mm ആണ് ടോട്ടൽ സ്പേസ് വരുന്നത്. ഫ്രണ്ടിൽ ഒരു 750 മേളിൽ ലെഗ് സ്പേസ് വരുന്ന ആക്റ്റീവ 125 ഒരു 6 അടിക്ക് മേളിൽ പൊക്കമുള്ള ആളിരുന്നാൽ തന്നെ ഒരിക്കലും കാലിൻ്റെ മുട്ട് ഫ്രണ്ടിൽ തട്ടില്ല. പിന്നെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മണി പേഴ്സ് ഒക്കെ ഇടാനായിട്ട് ചെറിയൊരു ഗ്ലോ ബോക്സും നമുക്ക് ഫ്രണ്ടിൽ തന്നെ ലഭിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള കീ സ്വിച്ചാണ് വരുന്നത്. സ്കൂട്ടറിൻ്റെ കോക്പിറ്റ് വരുന്നത് സിൽവറും മാറ്റ് ബ്ലാക്ക് ഫിനിഷും കൂടിയിട്ടുള്ളതാണ്. ഒരു സെമി ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റർ ആണ് നമുക്ക് ആക്റ്റീവ 125 കമ്പനി തരുന്നത്. സ്വിച്ചസ് എല്ലാം തന്നെ ഗ്ലോസി ബ്ലാക്ക് കളറിലാണ്. അസിസ്റ്റീവ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജിയും വാഹനത്തിൽ വരുന്നുണ്ട്. സെമി ഡിജിറ്റൽ മീറ്റർ കൺസോളിൽ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ LED കളറിൽ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ കിട്ടും. അതായത് ഇൻഡിക്കേറ്റർ, ഡിം, ബ്രൈറ്റ്, എഞ്ചിൻ മാൽ ഫംഗ്ഷൻ, ഫ്യൂൽ പമ്പ് മാൽ ഫംഗ്ഷൻ ഉള്ള കാര്യങ്ങളെല്ലാം LED ലൈറ്റ്സ് ആയിട്ട് മേളിൽ ഇങ്ങനെ മിന്നി തെളിയുന്നതാണ്. ഈ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതിൽ ടൈം വരും, പിന്നെ ഫ്യൂൽ ഗേജ് താഴെ കാണിക്കും, പിന്നെ ഓഡോമീറ്റർ ടോട്ടൽ കിലോമീറ്റർ ആണ് കാണിക്കും, ട്രിപ്പ് 1, ട്രിപ്പ് 2. അതുകൂടാതെ ഉള്ള ഫ്യൂൽ വെച്ചിട്ട് എത്ര കിലോമീറ്റർ ഇനി വണ്ടി ഓടും എന്ന്, അതിൻ്റെ പേര് റേഞ്ച് എന്നാണ്, അത് കാണിക്കുന്നുണ്ട്. കൂടാതെ ലാസ്റ്റ് റണ്ണിൽ എത്ര മൈലേജ് കിട്ടി എന്നുകൂടെ കാണിക്കുന്നതാണ്. വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 712 mm ആണ്. ടോട്ടൽ പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി 5.3 ലിറ്ററാണ്. അണ്ടർ സീറ്റ് സ്റ്റോറേജ് 22 ലിറ്ററാണ് വരുന്നത്. ഇതിൽ അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഹെൽമെറ്റും ബാക്ക് പാക്കും വെച്ചാൽ തന്നെയും ബാക്കി സ്പേസ് ഉണ്ടാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്യൂൽ അടിക്കാനായിട്ട് സ്കൂട്ടറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് മൾട്ടി ഫംഗ്ഷൻ സ്വിച്ചിൽ പ്രസ് ചെയ്താൽ തന്നെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ജനറേഷൻ E20 ഫ്യൂലും ഈ സ്കൂട്ടറിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സിൽവർ കളറുള്ള അടിപൊളി റിയർ ഗ്രാബ് റെയിലും സ്കൂട്ടറിൽ വരുന്നുണ്ട്. PGM FI ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള വാഹനത്തിന് എഞ്ചിൻ കപ്പാസിറ്റി 124 cc ആണ്. 6.1 കിലോവാട്ട് പവറും 10.4 Nm ടോർക്കും വരുന്നുണ്ട്. 85 കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡ്. 55-നും 60-നും ഇടയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ESP സ്മാർട്ട് പവർ സിസ്റ്റവും വരുന്നുണ്ട്. 5 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ബാക്ക് സൈഡ് സ്പ്രിംഗ് ലോഡർ സസ്പെൻഷനും ഈ സ്കൂട്ടറിൽ കമ്പനി തരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള V ഷേപ്പിലുള്ള ഒരു അടിപൊളി സൂപ്പർ ടെയിൽ ലൈറ്റ്സ് ബാക്കിൽ വരുന്നുണ്ട്. അതിൽ ആക്റ്റീവ 125 ബാഡ്ജിങ് വരുന്നുണ്ട്. ടെയിൽ ലൈറ്റിൽ തന്നെ ഓൾറെഡി ഇൻഡിക്കേറ്റേഴ്സും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഹാലജൻ ബൾബ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് വീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10 ഇഞ്ച് അലോയ് വീലാണ്, മാറ്റ് ബ്ലാക്ക് കളറുള്ള അലോയ് വീലാണ് സ്കൂട്ടറിന് വരുന്നത്. ബാക്ക് സൈഡ് ടയറും 10 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സാണ്. ഫ്രണ്ട് ബാക്ക് ടയേഴ്സ് എല്ലാം മൈലേജ് ടയേഴ്സ് എന്നുള്ളൊരു കാറ്റഗറി ടയേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ടയർ ലൈഫ് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് ലഭിക്കുന്ന ആൾ തന്നെ മൈലേജും കിട്ടുന്നുണ്ട്. വാഹനത്തിന് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് 1,16,000 രൂപയാണ്. അതുകൂടാതെ ഇതിൽ ഡിസ്ക് ബ്രേക്ക് വരുന്ന മോഡലാണ്. ഡ്രം ബ്രേക്ക് ആണെങ്കിൽ കുറച്ചുകൂടി പൈസ കുറയുന്നതാണ്. ആക്റ്റീവ 125 ഓൾറെഡി ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പേര് PGM FI എന്നാണ്. ഒരു സെപ്പറേറ്റ് സെൻസർ സ്കൂട്ടറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഹനം ഓടിക്കുന്ന ആളുടെ ശൈലി, ഓടിക്കുന്ന ഡ്രൈവിങ്ങിൻ്റെ ശൈലി അനുസരിച്ച് സെൻസർ വർക്ക് ചെയ്തിട്ട് കുറച്ച് അധികം ഫ്യൂവൽ അതിൻ്റെ പോലെ ആവശ്യം പോലെ എഞ്ചിനിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മൈലേജ് കിട്ടും. പിന്നെ സൈഡ് സ്റ്റാൻഡ് വാർണിംഗ് വരുന്നുണ്ട്. വാഹനത്തിന് സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വാഹനം സ്റ്റാർട്ട് ആവത്തുള്ളൂ. ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി. പിന്നെ ESP ടെക്നോളജി കൂടെ വരുന്നുണ്ട്. കയറ്റം കാര്യങ്ങളൊക്കെ കയറുന്ന സമയത്ത് ഇതുപോലെ ഡ്രൈവിങ്ങിൻ്റെ പാറ്റേൺ അനുസരിച്ച് കുറച്ചുകൂടി ടോർക്ക് വാഹനത്തിന് കൊടുത്ത് പെട്ടെന്ന് കയറ്റങ്ങൾ കയറി പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത്തരം ടെക്നോളജീസ് എല്ലാം തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ ആക്റ്റീവ 125 മോഡലിൽ വരുന്നുണ്ട്.
1,16,000 രൂപയാണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫിനാൻസ് ഇട്ട് വണ്ടി ഇറക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 10,000 രൂപ 12,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഫിനാൻസ് ഇട്ട് ഇറക്കാം. മാസം ഒരു 5,000 രൂപ 5,500 രൂപ റേഞ്ചൊക്കെയാണ് EMI വരിക. ഞാൻ ഷോറൂമിലെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ രണ്ടാമത്തെ വാഹനമായ TVSൻ്റെ ജുപ്പിറ്റർ 125ലേക്ക് കിടക്കുകയാണ്. ഞാനിന്ന് ഡിസ്ക്രിപ്ഷൻ ചെയ്യാനായിട്ട് എടുത്തത് ജുപ്പിറ്റർ 125ൻ്റെ സ്മാർട്ട് കണക്റ്റ് എനേബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിന് ഏകദേശം 1,26,000 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. മാക്സ് മെറ്റൽ ബോഡി എന്നാണ് ഇതിൻ്റെ ആ ഒരു ടേമിൻ്റെ പേര്. അതായത് വാഹനം മറ്റൊരു വാഹനമായിട്ട് ടച്ച് ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളും മെറ്റലായിരിക്കും, ഫൈബറൊന്നും വരത്തില്ല. പിന്നെ അതുകൂടാതെ ഇൻ്റലിഗോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജിയും സ്കൂട്ടറിന് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ്, അതുപോലെ തന്നെ പൈലറ്റ് ലൈറ്റ്സ്, ഹെഡ് ലൈറ്റ്, ഈ മൂന്നും LED ലൈറ്റ്സ് ആണ് ഈ വാഹനത്തിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ TVSൻ്റെ ഒരു അടിപൊളി ബാഡ്ജിങ് വരും, നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ക്ലാമ്പും വരുന്നുണ്ട്. ഇതൊരു പ്രീമിയം സ്കൂട്ടറാണ്, ഫുൾ ഓപ്ഷൻ എന്നൊക്കെ പറയില്ല അതുപോലെ. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഇപ്പോൾ ഫ്രണ്ട് ഹെഡ് ലൈറ്റിന് താഴെ, സൈഡ് വശങ്ങളിൽ, അതുപോലെ സീറ്റിന് താഴെ എല്ലാം തന്നെ ക്രോമിൻ്റെ ബാഡ്ജിങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. വണ്ടി നല്ല റിച്ച് ഒരു പ്രീമിയം ലുക്ക് കിട്ടാനായിട്ട്. ഫ്രണ്ട് മഡ് ഗാർഡ് വരുന്നത് മെറ്റലാണ്. അതുകൂടാതെ ബമ്പർ പ്രൊട്ടക്ടറും വരുന്നുണ്ട്. ടയേഴ്സ് എല്ലാം ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. ഓർത്ത് വെച്ചോളൂ, ഈ സ്കൂട്ടറിന് മാത്രമേ അത് വരത്തുള്ളൂ. ഫ്രണ്ട് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. ഓട്ടത്തിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുകൂടാതെ ഫ്രണ്ട് ട്യൂബ്ലെസ് ടയേഴ്സാണ് സ്കൂട്ടറിന് തരുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ടിൽ സിംഗിൾ കാലിപ്പർ യൂസ് ചെയ്തിട്ടുള്ള വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സ് കമ്പനി തരുന്നുണ്ട്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് തരുന്നത്. അത് ഹൈലി സ്റ്റേബിൾ ആയിരിക്കും, വളരെ കംഫർട്ടബിൾ ആയിരിക്കും യാത്ര ചെയ്യാനായിട്ട്. അത്യാവശ്യം കേരളത്തിലെ കുഴികളൊന്നും ചാടിയാൽ തന്നെ അടിയിടിക്കാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 163 mm ആണ്. നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവയുടെയും ഇതിൻ്റെയും സെയിം തന്നെയാണ്. ഗ്രോസ് വെയിറ്റ് വരുന്നത് 108 കിലോയാണ്. രണ്ട് സ്കൂട്ടറിനും സെയിം വെയിറ്റ് ആണ് വരുന്നത്. വീൽ ബേസ് 12. ജുപ്പിറ്റർ 125ൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഫ്യൂൽ ഫില്ലിങ് എക്സ്റ്റേണലാണ്. നമുക്ക് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഫ്യൂൽ ഫില്ല് ചെയ്യാവുന്നതാണ്. ആ കീ ബട്ടണിൽ കീ ഒന്ന് പ്രസ് ചെയ്തിട്ട് വലത്തെ സൈഡിലേക്ക് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. 20% എത്തനോളുള്ള ലേറ്റസ്റ്റ് ജനറേഷൻ ഫ്യൂൽ നമുക്കിതിൽ ഫില്ല് ചെയ്യാം. ടോട്ടൽ കപ്പാസിറ്റി വരുന്നത് 5.1 ലിറ്ററാണ്. ഒരു 55-നും 60-നും ഇടയിലാണ് മൈലേജ് വരുന്നത്. ഡ്യുവൽ ടോണാണ് അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കളർ വരുന്നത്. അതായത് വണ്ടിയുടെ കളർ ഏതാണോ ആ കളറും വരും. അതുകൂടാതെ കാർബൺ ഫൈബർ ബ്ലാക്ക് കളറും വരുന്നുണ്ട്. കൂടാതെ സ്വിച്ചസിന് ചുറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ മീറ്ററിന് ചുറ്റുമെല്ലാം ഒരു പിയാനോ ബ്ലാക്കുള്ള ട്രിമ്മുകൾ, വുഡൻ ട്രിം പോലെ പിയാനോ ബ്ലാക്ക് കളർ ട്രിമ്മ് ഈ സ്കൂട്ടറിൽ അവൈലബിൾ ആണ്. സ്വിച്ചസ് എല്ലാം തന്നെ ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള കളറാണ് സ്വിച്ചസ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അസിസ്റ്റീവ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് വലത്തെ സൈഡിൽ വരും. അതിന് താഴെ ഹസാർഡ് ലൈറ്റ് വരും. അതിന് താഴെയായിട്ട് സെൽഫിൻ്റെ ബട്ടണും വോയിസ് കമാൻഡിൻ്റെ സ്വിച്ചും വരുന്നുണ്ട്. ഇതിന് നമ്മുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് USB പോർട്ട് അവൈലബിൾ ആണ്. USB പോർട്ടിന് താഴെയായിട്ട് ഗ്ലോ ബോക്സ് സ്റ്റോറേജും കൂടെ വരുന്നുണ്ട്. 3 കിലോ വെയിറ്റ് താങ്ങാവുന്ന 2 വാനിറ്റി ഹുക്സും സ്കൂട്ടറിന് വരുന്നുണ്ട്. ഒന്ന് സീറ്റിൻ്റെ താഴെയും ഒന്ന് ഹാൻഡിൽ ബാറിൻ്റെ താഴെയുമാണ് വരുന്നത്. ഇതിൻ്റെ മീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ ഡിജിറ്റൽ ആയുള്ള TFT ഡിസ്പ്ലേ ആണ്. അതിന് TVS കണക്റ്റ് ആപ്പിൻ്റെ സപ്പോർട്ട് കൂടെ വരുന്നുണ്ട്. മീറ്റർ 2 പോർഷനായിട്ട് തിരിച്ചേക്കാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിലാണ് കണക്ടിവിറ്റിയുടെ കാര്യങ്ങളെല്ലാം വരിക. വലത്തെ സൈഡിൽ കാണുന്നതിൽ വരുന്നത് സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ഫ്യൂൽ ഗേജ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും. കണക്ടിവിറ്റിനെ കുറിച്ചാണെങ്കിൽ അന്യായ ഫീച്ചേഴ്സാണ് വാഹനത്തിന് വരുന്നത്. നമുക്കിതിൽ നമ്മുടെ മൊബൈൽ ഫോണ് ബ്ലൂടൂത്ത് വഴി ഇവരെ ആപ്പ് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ കോള്, SMS, വാട്സപ്പ് നോട്ടിഫിക്കേഷൻ, ബാറ്ററി ചാർജ്, അതുകൂടാതെ 10x10 നാവിഗേഷൻ, ന്യൂസിൻ്റെ അപ്ഡേറ്റ്, സ്പോർട്സിൻ്റെ അപ്ഡേറ്റ്, വെതറിൻ്റെ അപ്ഡേറ്റ്, ഇങ്ങനെ ഒത്തിരി അപ്ഡേറ്റ്സ് നമുക്ക് നമ്മുടെ വണ്ടിയുടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. വലത്തെ സൈഡിലെ സ്ക്രീനിലാണെങ്കിൽ ഓഡോമീറ്റർ, ഡിജിറ്റൽ മീറ്റർ ആയിരിക്കും. അതുകൂടാതെ ഫ്യൂവൽ ഗേജ്, പിന്നെ ഉള്ള ഫ്യൂൽ വെച്ചിട്ട് ഇനി എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും, അതുകൂടാതെ വരിക ബാറ്ററിയുടെ വോൾട്ടേജ്, അങ്ങനെയുള്ള ട്രിപ്പ് മീറ്റർ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ റിയർ ഹാൻഡിൽ ആണ്. റിയർ ഗ്രാബ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ബോഡി കളർ ആയിരിക്കും. അത് കൂടാതെ രണ്ടാമതിരിക്കുന്ന പാസഞ്ചേഴ്സിൻ്റെ നടുവിന് ഒരു സപ്പോർട്ട് കിട്ടാനായിട്ട് ഒരു കുഷ്യനിങ് കൂടെ വരുന്നുണ്ട്. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക റിച്ച് ഫീൽ കിട്ടാനായിട്ട് 125ൻ്റെ ബാഡ്ജിങ് വരും. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം ബൂട്ട് സ്പേസ് തരുന്ന സ്കൂട്ടറാണ് ജുപ്പിറ്റർ 125. 33 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? 2 ഹെൽമെറ്റ് നമുക്ക് സുഖസുന്ദരമായിട്ട് വണ്ടിയിൽ വെക്കാം. എന്നാൽ പോലും സ്പേസ് ബാക്കി വരും. ചേസസ് നമ്പറും അതുകൂടാതെ OBD2 സെൻസറിൻ്റെ സ്കാനറിനുള്ള ഓപ്ഷനും സീറ്റിന് താഴെ തന്നെയാണ് വരുന്നത്. പിന്നെ സീറ്റിൻ്റെ ഹൈറ്റ് വരുന്ന 765 mm വരുന്നുള്ളൂ. ഒരു 5 അടിക്ക് മേളിൽ പൊക്കമുള്ള ചേച്ചിമാർക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കെല്ലാം സുഖമായിട്ട് കാല് താഴെ എത്തും ഈ വണ്ടിയുടെ സീറ്റിലിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്നത്. എഞ്ചിൻ കപ്പാസിറ്റി 124 cc ആണ്. പവർ 8.5 bhp വരും. ടോർക്ക് 10.5 Nm. ഇത് ഓൾമോസ്റ്റ് ആക്റ്റീവ് 125 സെയിം ആണ്. ടോപ്പ് സ്പീഡ് 90 km കിട്ടുന്നുണ്ട്. മൈലേജ് 60-നും 65-നും ഇടയിൽ വരുന്നത്. ഇത് രണ്ടും ടോപ്പ് സ്പീഡും മൈലേജും
ആക്റ്റീവിനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡ് 130 mm ഉള്ള ഡ്രം ബ്രേക്ക് തന്നെയാണ് വരുന്നത്. ബാക്ക് സൈഡും അലോയ് വീൽസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത് കുറച്ച് പ്രത്യേകത ഉള്ളതാണ്. ഇത് 5 പോയിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്പ്രിംഗ് ലോഡ് സസ്പെൻഷൻ തന്നെയാണ് ആക്റ്റീവയ്ക്കും ഇതിനും വരുന്നത്. പക്ഷേ അത് കൂടാതെ സസ്പെൻഷൻ്റെ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ നമുക്ക് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാനുവലി നമുക്ക് തന്നെ ഓണറിന് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി ഇതിൽ വരുന്നുണ്ട്. അത് ആക്റ്റീവയ്ക്ക് വരുന്നില്ല. പിന്നെ അഡീഷണൽ ആയിട്ട് ചെളി എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിൽ അടിച്ച് കയറാതിരിക്കാനുള്ളൊരു ബ്ലാക്ക് കളർ മഡ് ഗാർഡ് വാഹനത്തിന് വരുന്നുണ്ട്. ഇതാണ് ബ്രേക്കിൻ്റെ കേബിൾ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 130 mm ഉള്ള ഡ്രം ബ്രേക്കിൻ്റെ കേബിളാണ് ഈ കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ മഡ് ഗാർഡ് വരുന്നത്. ബാക്ക് സൈഡിലും മാറ്റ് ബ്ലാക്ക് കളറുള്ള ഹാർഡ് മഡ് ഗാർഡ് എക്സ്റ്റേണലി വരുന്നുണ്ട്. പിന്നെ ക്രോമിൻ്റെ ജുപ്പിറ്റർ എന്നുള്ള ഓർണമെൻറ്റ് 2 സൈഡിലും വരും. ഒരു നീളത്തിലുള്ള യു ഷേപ്പിലുള്ള റിയർ സൈഡ് ടെയിൽ ലൈറ്റാണ് വാഹനത്തിന് വരുന്നത്. ഹാലജൻ ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടെ സൈലൻസറിൻ്റെ ഗാർഡും ഒരു ക്രോം പ്ലേറ്റഡ് ആണ്. ഇതെല്ലാം വാഹനത്തിൻ്റെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് റിച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബാക്ക് സൈഡും 12 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽ വിത്ത് ട്യൂബ്ലെസ് ടയർ തന്നെയാണ് വരുന്നത്. ആക്റ്റീവ് ആകുമ്പോൾ 10 ഇഞ്ച് നോർമൽ അലോയ് വീൽ വിത്ത് ട്യൂബ്ലെസ് ടയർ ആയിരിക്കും വരിക. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റൊരു എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ടി വി എസിൻ്റെ ഇൻ്റലിഗോ ടെക്നോളജിയാണ്. അതായത് വണ്ടി ഒരുപാട് നേരം ഐഡിയലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വാഹനം തനിയെ ഓഫായി പോവുകയും നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് ആക്സലേഷൻ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി തിരികെ സ്റ്റാർട്ടാവും. നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടും. അത് കൂടാതെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഇൻഡിക്കേഷനും വരും, വാർണിംഗും വരും. അതായത് സൗണ്ട് വന്നുകൊണ്ടിരിക്കും. സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ സൗണ്ട് നിൽക്കുള്ളൂ. ഫുഡ് റെസ്റ്റ് എല്ലാം പുതിയ ടൈപ്പ് വരുന്നുണ്ട്. ഓൺ റോഡ് 1,26 കോസ്റ്റ് വരുന്നത്. ഡൗൺ പേയ്മെൻറ്റ് സെയിം തന്നെ 10,000 അടച്ചു കഴിഞ്ഞാൽ വണ്ടി ഇറക്കാം. 5,500 റേഞ്ചിൽ EMI വരും. അപ്പോൾ നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മൾ 2 വീഡിയോയും 2 സ്കൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു. ആക്റ്റീവ് 125ൻ്റെ ഡീറ്റെയിൽസ് കണ്ടു, ജുപ്പിറ്റർ 125ൻ്റെ ഡീറ്റെയിൽസ് കണ്ടു. ഫീച്ചർ വൈസ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത് ജുപ്പിറ്റർ 125 ആണ്. എന്നാൽ തന്നെയും ആക്റ്റീവ് 125 ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു സ്കൂട്ടറുകളിൽ ഒന്നാണ്. ജുപ്പിറ്ററും അതുപോലെ തന്നെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന അപ്ഗ്രോയിങ് ആയിട്ടുള്ളൊരു സ്കൂട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ സർവീസ് കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സ്പെയർ പാർട്സ് കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജുപ്പിറ്റർ 125ൻ്റെ സ്പെയർ പാർട്സ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ലോക്കൽ വർക്ക്ഷോപ്പുകളിൽ ജുപ്പിറ്റർ 125 ആളുകൾ സർവീസ്, അതായത് ടെക്നീഷ്യൻസ് സർവീസ് ചെയ്യുന്നും ഇല്ല. അപ്പോൾ സ്പെയർ പാർട്സ് കാര്യങ്ങൾ എല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നിങ്ങൾ ഷോറൂമിലാണ് ഫുള്ള് വണ്ടി സർവീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ ഒരു 3-4 വർഷത്തോളം ഫുള്ള് നമ്മൾ ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് ജുപ്പിറ്റർ 125ലേക്ക് പോകാം. അഥവാ അല്ലാതെ നോർമൽ ആളുകൾ ഇപ്പോൾ ആ ഫ്രീ സർവീസ് 4-5 ഫ്രീ സർവീസ് കഴിഞ്ഞിട്ട് ബാക്കി എന്താ പറയുക നമ്മുടെ അടുത്തുള്ള ലോക്കൽ വർക്ക്ഷോപ്പുകളിലാണ് സർവീസ് ചെയ്യുന്നത്. അങ്ങനെ മൈൻഡുള്ള ആൾക്കാരാണെങ്കിൽ ആക്റ്റീവ് 125 എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ലാഭകരം. ഇൻ കേസ് ഫ്യൂച്ചറിൽ റീസെയിൽ വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിലും ടി വി എസിൻ്റെ വാഹനങ്ങളെക്കാൾ ആക്റ്റീവ് അതുപോലെ തന്നെ ഹോണ്ടയുടെ വാഹനങ്ങൾക്കായിരിക്കും കൂടുതൽ റീസെയിൽ വാല്യൂ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ബാക്കി തീരുമാനം ഞാൻ 2 വാഹനത്തിൻ്റെയും പ്ലസും മൈനസും പറഞ്ഞു തന്നു. തീരുമാനം എന്താണെന്ന് നിങ്ങൾ എടുക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആക്റ്റീവ 125 എടുക്കുന്നതായിരിക്കും ഒരു സാധാരണക്കാർക്ക് നല്ലത്. ഇനി നിങ്ങൾ കുറച്ചുകൂടി ഫങ്കി ടെക്നോളജി ആയിട്ടുള്ള ഒരു ഫ്രീക്കാണ്, ടെക്നോളജി കാര്യങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരു ഏകദേശം ഒരു 10,000 രൂപ അഡീഷണൽ വരുന്നുള്ളൂ. അത് മുടക്കി നിങ്ങൾക്ക് ജുപ്പിറ്റർ 125ലേക്ക് പോകാം. എന്തായാലും 2 വാഹനവും ഷോറൂമിൽ ചെല്ലുക, ഡീറ്റെയിൽ ആയിട്ട് കാണുക, ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, എന്നിട്ട് മാത്രം തീരുമാനം എടുത്ത് ബുക്കിംഗ് കൊടുക്കുക. അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക്